ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഗെയിലിന്റെ പ്രകൃതിവാതക പൈപ്പ് ലൈനിനെതിരായ കോഴിക്കോട്ടെ സമരം ശക്തമാവുകയാണ്. പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റാൻ അധികാരികൾക്കും സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ജനകീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ശക്തമാവുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ആധുനിക സർവകലാശാലകൾക്ക് രൂപവും ഭാവവും നൽകാൻ രേവതി പട്ടത്താനം സൃഷ്ടിച്ച മാതൃക നിർണായകമായിരുന്നുവെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ബാങ്കുകളിൽ 100 രൂപ നോട്ടില്ലാത്തത് പ്രതിസന്ധിയിലാക്കി. ATM പകുതിയും കാലി. മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ വലഞ്ഞ് ജനങ്ങൾ. പാട്ടുപാടിയും കൂട്ടുകൂടിയും ആകാശ കാഴ്ചകൾ തേടി 20 അംഗ സംഘം പ്ലാനറ്റോറിയത്തിലെത്തി. കൗതുക കാഴ്ചകൾ കണ്ട് മടങ്ങിയത് BRCയിലെ ഭിന്നശേഷി കുട്ടികൾ. വാർത്തകൾ വിശദമായി. ഉപഭോക്തൃ സംരക്ഷണം ആവശ്യമാണെന്നും ഉപഭോക്തൃ രംഗത്തെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ കാർഷിക മേഖല മെച്ചപ്പെടണമെന്നും അബ്ദുസമദ് സമദാനി. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള 6ാമത് സംസ്ഥാന വാർഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള 6ാമത് സംസ്ഥാന വാർഷിക പൊതുസമ്മേളനത്തിന് തുടക്കമായി. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പ്രതിനിധികളാണ് എത്തിയത്. സമ്മേളനം അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ സംരക്ഷണം ആവശ്യമാണെന്നും ഉപഭോക്തൃ രംഗത്തെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ കാർഷിക മേഖല മെച്ചപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് കാർഷിക സംസ്കാരത്തിൽ മാറ്റം വരുത്തണം. പുതിയ സംസ്കാരം രൂപപ്പെടുത്താൻ ജനങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും തെറ്റായ ആഹാരം മാറ്റി നിർത്തിയാൽ രോഗത്തിൽ നിന്നും മുക്തി നേടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് വേണ്ടത് നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. നമ്മുടെ ആഹാരം നാം കൃഷി ചെയ്തുണ്ടാക്കണം. നമ്മുടെ നെല്ല്, നമ്മുടെ അരി, നമ്മുടെ പച്ചക്കറി, നമ്മുടെ പഴങ്ങൾ, അതും കേരളം പോലെ എന്ത് വലിച്ചെറിഞ്ഞാലും മുളച്ച് ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് കായികനികൾ തരുന്ന ഈ കേരളക്കരയിൽ എവിടെ എത്തിച്ചു നമ്മൾ ഈ നാടിനെ? ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ AC മോഹനൻ അധ്യക്ഷനായിരുന്നു. CFK സംസ്ഥാന ചെയർമാൻ KG വിജയകുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. കുരുവിള മാത്യൂസ്, ജെയിംസ് കാലാവടക്കൻ, സ്വാതന്ത്ര്യ സമര സേനാനി P വാസു, C കരുണാകരൻ നായർ, രഘുനാഥ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആധുനിക സർവകലാശാലകൾക്ക് രൂപവും ഭാവവും നൽകാൻ രേവതി പട്ടത്താനം സൃഷ്ടിച്ച മാതൃക നിർണായകമായിരുന്നുവെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ നടന്ന രേവതി പട്ടത്താന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച രേവതി പട്ടത്താനം സാമൂതിരിയുടെ മുന്നിൽ പുനരവതരിച്ചു. തളി ക്ഷേത്രത്തിൽ ഇതോടനുബന്ധിച്ച് യജുർവേദ ലക്ഷാർച്ചന നടന്നിരുന്നു. ഇതേ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 വേദങ്ങളിലും മുറജപവും മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും ഉദയാസ്തമയ പൂജയും നരസിംഹമൂർത്തിക്ക് നവകം പഞ്ചഗവ്യം അഭിഷേകവും നടന്നു. രേവതി പട്ടത്താന ദിവസം രാവിലെ കൂടല്ലൂർ നമ്പൂതിരിപ്പാട് നിശ്ചയിച്ച വേദപണ്ഡിതനെ സാമൂതിരി രാജാവ് പണക്കഴി നൽകി ആദരിച്ചു. തുടർന്ന് ഘോഷയാത്രയായി തളി ക്ഷേത്രത്തിൽ നിന്നും തെളിയിച്ച ദീപനാളത്തിന്റെ അകമ്പടിയോടുകൂടി മഹാദേവന്റെ ചിത്രം ആനപ്പുറത്തേറ്റിയും താലപ്പൊലി, പഞ്ചവാദ്യം, കളരി മുതലായവയോടുകൂടിയും പ്രത്യേകം സജ്ജമാക്കിയ പട്ടത്താനശാലയിലേക്ക് പുറപ്പെട്ടു. ഘോഷയാത്രയ്ക്ക് നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, തുറവൂർ വിശ്വംഭരൻ, സാമൂതിരി രാജാവ് KC ഉണ്ണിയനുജൻ രാജ, ഡോക്ടർ മുരളി മാധവ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സാമൂതിരി സ്കൂളിൽ വെച്ച് നടന്ന പട്ടത്താന സദസ്സിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് ഊർജ്ജസ്വലമായ സംഭാവന നൽകി പണ്ഡിത സദസ്സുകളിലൂടെ നിരവധി പട്ടതിരിമാരെ സംഭാവനയാണ് നേതൃത്വം കൊടുത്തത്. ഒരുപക്ഷെ ആധുനിക സർവകലാശാലകൾക്ക് രൂപവും ഭാവവും നൽകാനുള്ള മാതൃകകൾ സൃഷ്ടിച്ചു. രേവതി പട്ടത്താനത്തിന്റെ തുടർച്ച ഇന്നും അതീവ ഗൗരവത്തോടുകൂടി. തുടർന്ന് മനോരമ തമ്പുരാട്ടി പുരസ്കാര സമർപ്പണം സാമൂതിരി രാജാവ് തുറവൂർ വിശ്വംഭരൻ നൽകി.
ഡോക്ടർ മുരളി മാധവ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഡോക്ടർ ജാതവേദൻ നമ്പൂതിരി, എൻ അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവരുടെ ഋഗ്വേദ സംഹിതയും വേദാന്തത്തെക്കുറിച്ച് പ്രൊഫസർ ശ്രീരാമകൃഷ്ണ ഭട്ട്, ഡോക്ടർ PV അജിത് കുമാർ, ഡോക്ടർ മനോജ് കുമാർ എന്നിവർ ചർച്ച നടത്തി. ഉച്ചയ്ക്കുള്ള അക്ഷരശ്ലോക പരിപാടിക്ക് ശേഷം തസ്മാദ്യോഗി ഭാവാർജുന എന്ന വിഷയത്തെപ്പറ്റി സമ്പോധ് ഫൗണ്ടേഷൻ സ്വാമി അധ്യാത്മാനന്ദജിയുടെ പ്രഭാഷണവും നടന്നു. ഭാരതീയ സൗന്ദര്യ സങ്കല്പത്തിന്റെ ആത്മീയ സൗരഭം എന്ന വിഷയത്തെപ്പറ്റി ഡോക്ടർ VS ശർമ്മയുടെ പ്രഭാഷണവും നടന്നു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു. ചടങ്ങിൽ കൃഷ്ണഗീതി പുരസ്കാരം പൂനൂർ K കരുണാകരനും, ക്ഷേത്ര കലാകാരനുള്ള കുട്ടിയേട്ടൻ രാജ പുരസ്കാരം കൃഷ്ണാട്ടം വേഷം കലാകാരനായ VR കൃഷ്ണൻ നമ്പൂതിരിക്കും സാമൂതിരി സമർപ്പിച്ചു. പട്ടത്താന സമിതി സെക്രട്ടറി TR രാമവർമ്മ, ചെയർമാൻ TM ബാലകൃഷ്ണൻ ഏറാടി, ഗോവിന്ദ് ചന്ദ്രശേഖരൻ, ഡോക്ടർ സർവോത്തമൻ നെടുങ്ങാടി, VM ചന്ദ്രദാസ്, PK പ്രദീപ് കുമാർ രാജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വലിയ നോട്ടുകൾ അസാധുവാക്കിയ പ്രഖ്യാപനത്തിൽ നഗരത്തിലെ ജനങ്ങൾ വലഞ്ഞു. ബാങ്കുകളിലെ 100 രൂപ നോട്ടുകളുടെ ദൌർലഭ്യം കാരണം പല ATMകളും തുറന്നു പ്രവർത്തിച്ചില്ല. പണമുണ്ടായിരുന്ന അപൂർവം ATMകളിലാകട്ടെ കാത്തുനിന്നവരുടെ നിര മണിക്കൂറുകൾ നീണ്ടു. 500, 1000 നോട്ടുകൾ അസാധുവാക്കിയ പ്രഖ്യാപനത്തിന്റെ 4ാം ദിനത്തിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ജനങ്ങൾ. നഗരത്തിൽ പല ബാങ്കുകളിലും ATMലും പണം മാറാനും നിക്ഷേപിക്കുവാനുമായി നീണ്ട നിരയായിരുന്നു. 4ാം ദിനത്തിലും ബാങ്കുകളിലെ തിരക്ക് നിയന്ത്രണാതീതമായി തുടർന്നു. ATMനെ പ്രതീക്ഷിച്ചിരുന്നവരെ നിരാശരാക്കി 3/4 ഭാഗം ATMകളും ശനിയാഴ്ച അടഞ്ഞിരുന്നു. പണമുണ്ടായിരുന്ന ATMകളിലാകട്ടെ റോഡ് വരെ നീളുന്ന ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് പലർക്കും പണം ലഭിച്ചത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാത്തതിനാൽ അമ്മമാർ കുഞ്ഞുങ്ങളെ കൈകളേന്തി ക്യൂവിൽ സ്ഥാനം പിടിച്ചു. ബാങ്കുകളിലെ 100 രൂപയുടെ ക്ഷാമം ജീവനക്കാരെ ഏറെ പ്രതിസന്ധിയിലാക്കി. പണമില്ലെന്നറിഞ്ഞതോടെ ക്യൂവിൽ നിന്നവർ പലരും രോഷാകുലരായി. ഇതിനൊരു ആവശ്യമായ ക്രമീകരണം നേരത്തെ ചെയ്തിട്ട് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുണ്ട്, ജനങ്ങളെ വലിക്കുന്ന ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇത്. ഇനിയൊന്ന് ആ ബുദ്ധിമുട്ടാണ് മോളെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ രാജാവായി. എന്നാൽ പണത്തിന്റെ ദൌർലഭ്യം കാരണം നഗരത്തിലെ പല ATMകൾക്കും പ്രവർത്തനം തുടരാൻ കഴിഞ്ഞില്ല. പോസ്റ്റ് ഓഫീസിന് മുൻവശവും മണിക്കൂറുകൾ നിന്ന ശേഷമാണ് പലർക്കും പണം ലഭിച്ചത്. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോടതികൾ തങ്ങളുടേത് മാത്രമെന്ന ധാരണ അഭിഭാഷകർ തിരുത്തണമെന്ന് യുവജനതാദൾ U സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ. കോടതികളിലെ മാധ്യമ വിലക്കിനെതിരെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 15-ന് ഹൈക്കോടതിക്ക് സമീപം ഏകദിന ഉപവാസം നടത്തുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പത്രമാധ്യമ പ്രതിനിധികളെ കയറാനോ സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനോ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പറ്റം അഭിഭാഷകന്മാർ അനുവദിക്കുന്നില്ല. കോടതി തങ്ങളുടെ ഒരു സ്വകാര്യ സ്വത്താണ് എന്നുള്ള ധാരണയിലാണ് ഇത്തരത്തിലുള്ള ചില അഭിഭാഷകന്മാർ പെരുമാറുന്നത്. ജഡ്ജിമാരുടെ കൺമുമ്പിൽ വെച്ച് അഭിഭാഷകന്മാർ നിയമലംഘനം നടത്തുമ്പോൾ, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാതെ നിസ്സഹായത പ്രകടിപ്പിക്കുന്ന കോടതികളിലെ ജഡ്ജിമാരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. അവരുടെ നിലപാടിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം വേദനയുണ്ട്. കൂടാതെ GM വിളകളുടെ വ്യാപനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡിസംബർ 15-ന് സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തുമെന്നും സംസ്ഥാനത്ത് ബീഹാർ മോഡൽ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നും സലീം മടവൂർ പറഞ്ഞു. പ്ലാനറ്റോറിയത്തിലെ വിസ്മയ കാഴ്ചകൾ തേടി 24-അംഗ സംഘമെത്തി. സ്കൂളിൽ പോകാനും പുറം കാഴ്ചകൾ കാണാനും സാധിക്കാത്ത കുന്നമംഗലം BRCയിലെ ഭിന്നശേഷിയുള്ള കുരുന്നുകളാണ് ആകാശ കാഴ്ചകൾ കാണാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്ലാനറ്റോറിയത്തിലെത്തിയത്. സ്മിതം പഠന വിനോദ സന്ദേശയാത്രയിൽ പങ്കാളിയാകാൻ കളക്ടർ N പ്രശാന്തും എത്തിയിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയും അതിലേറെ കൌതുകത്തോടെയുമാണ് പ്ലാനറ്റോറിയത്തിലെ വിസ്മയ കാഴ്ചകൾ ഇവർ ആസ്വദിച്ചത്. സ്കൂളിൽ പോകാനോ പുറം കാഴ്ചകൾ ആസ്വദിക്കാനോ കഴിയാത്ത കിടപ്പിലായ 24 ഭിന്നശേഷിയുള്ള കുരുന്നുകളാണ് പുതിയ കാഴ്ചകൾ തേടിയെത്തിയത്. പാട്ടുപാടിയും കൂട്ടുകൂടിയും ഇവർ പ്ലാനറ്റോറിയം ആസ്വദിച്ചു കണ്ടു. കുന്നമംഗലം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലെ അധ്യാപകർ ഒരുക്കിയ സ്മിതം പഠന വിനോദ യാത്രയാണ് കുരുന്നുകൾക്ക് പുതുവെളിച്ചമേകിയത്. കുട്ടികൾക്കൊപ്പം BRC പ്രവർത്തകരും രക്ഷിതാക്കളും യാത്രയിൽ പങ്കുചേർന്നു. പുതിയ അനുഭവങ്ങളെ ഏറെ കൌതുകത്തോടെയാണ് കുരുന്നുകൾ വരവേറ്റത്. പ്ലാനറ്റോറിയ കാഴ്ചകൾക്ക് മാധുര്യമേറാൻ കളക്ടർ N പ്രശാന്തും എത്തിയിരുന്നു. 2 കാലും കൈയും കണ്ണും മൂക്കും എന്നുള്ളത് മാത്രമല്ല, വേറെ പല സിദ്ധികളും കഴിവുകളും ഒക്കെയുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയാൻ, അത് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയുള്ള, അത് കണ്ടെത്താനുള്ളൊരു യാത്ര കൂടിയായിരിക്കണം ഇതുപോലുള്ള യാത്രകൾ. ഒരു എന്താ പറയാ, അവരുടെ കഴിവുകൾ, അവരുടെ വാസനകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും
എന്താ പറയാ കുളിപ്പിക്കുന്നതും കഴിക്കുന്നതും മാത്രം അല്ല, അതിനപ്പുറം ഉണ്ട് എന്നുള്ളൊരു സാധനം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഓരോ കുട്ടിയിലും എന്തോ ഉണ്ട്. ആ കുട്ടി ജനിച്ചതിനും ആ കുട്ടി ജീവിതത്തിൽ വന്നതിനും നമുക്ക് ചുറ്റുപാടും പലതും പരത്താനും ഒക്കെയാണ് വരുന്നത്. ആദ്യമായി കലക്ടറെ കണ്ട സന്തോഷത്തിൽ പൂക്കളും തങ്ങൾ വരച്ച ചിത്രങ്ങളും കലക്ടർക്ക് സമ്മാനമായി നൽകാനും കുട്ടികൾ മറന്നില്ല. രക്ഷിതാക്കൾക്ക് പറയാനുണ്ടായിരുന്നത് ഇന്നും തഴയപ്പെടുന്ന കുട്ടികളെക്കുറിച്ചായിരുന്നു. സൌഹൃദവും സ്നേഹവും ഏറ്റുവാങ്ങി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും യാത്രയിൽ ഒത്തുചേർന്നു. ശുഭയാത്ര, വിശ്വം വിസ്മയം, പ്രകാശഗോപുരങ്ങൾ തുടങ്ങി വിവിധ സെഷനുകളിലായി ഒരുക്കിയ ഈ യാത്ര ഏറെ ശുഭകരമായാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ഗെയിലിന്റെ പ്രകൃതിവാതക പൈപ്പ് ലൈനിനെതിരെ സമരം ശക്തമാക്കി കോഴിക്കോട്ടെ സമരസമിതി. ജില്ലയിൽ സമരം വ്യാപിപ്പിക്കാൻ തിങ്കളാഴ്ച മുതൽ കലക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്താനൊരുങ്ങുകയാണ് പ്രവർത്തകർ. സമരം സാറാ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മുതൽ വടക്കോട്ടുള്ള 7 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഗെയിലിന്റെ പ്രകൃതിവാതക പൈപ്പ് ലൈനിനെതിരായ കോഴിക്കോട്ടെ സമരം ശക്തമാക്കി സമരസമിതി പ്രവർത്തകർ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം പദ്ധതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെന്നും സമരസമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൈപ്പ് കടന്നുപോകേണ്ട പ്രദേശങ്ങളിലെ മുറിച്ചുമാറ്റേണ്ട മരങ്ങളുടെ മാസ്റ്റർ തയ്യാറാക്കുന്ന നടപടികൾക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഭൂരിപക്ഷം ഭൂവുടമകളും സ്ഥലം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് തന്നെ അറിയുന്നത്. കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് റീഗ്യാസിഫൈഡ് നാച്ചുറൽ ഗ്യാസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിന് ഏത് രൂപത്തിൽ ഗുണകരമാകും ഒന്ന് അദ്ദേഹം വിശദീകരിക്കണം. നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ജനങ്ങളെ വഞ്ചിക്കുന്നതാണ്. ഇതിന് ശരിയല്ല. കോഴിക്കോട് ജില്ലയിൽ കലക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഭൂമിയുടെ പ്രാഥമിക സർവേയാണ് നടക്കുന്നത്. ശുദ്ധമായ അബദ്ധമാണ്. 2014 അവസാന മാസങ്ങളിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. അതും ഇതേമാതിരി തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ സർവേ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിർദ്ദിഷ്ട ലൈനിൽ സമരപന്തൽ കെട്ടി നടന്നുവരുന്ന തുടർച്ചയായ സമരങ്ങൾ ജില്ലാടിസ്ഥാനത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കലക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് സമരസമിതി. അനിശ്ചിതകാല നിരാഹാര സമരവും കലക്ടറേറ്റ് മാർച്ചും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായ സാറാ ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുക. വാർത്താസമ്മേളനത്തിൽ വി ടി പ്രദീപ് കുമാർ, ഷാജി എസ്, സി അബ്ദുറഹ്മാൻ മാസ്റ്റർ, കെ സി അൻവർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ഹിമായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ അസോസിയേഷൻ പ്രസിഡന്റ് KPU അലി ഉദ്ഘാടനം ചെയ്തു. 200ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 200ഓളം വിദ്യാർത്ഥികളാണ് ജില്ലാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചത്. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹിമായത്തുൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KPU അലി ഉദ്ഘാടനം ചെയ്തു. ഫെൻസിംഗ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ സൌകര്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്താൻ സ്കൂളുകൾ അസോസിയേഷന്റെ സഹായം തേടണം. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഫെൻസിംഗിന് ഭാവിയിൽ മുതൽക്കൂട്ടാവുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയെ അതിശക്തമായിട്ടുള്ള ഒരു ജില്ലയാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ജില്ലാ അസോസിയേഷന്റെ മുമ്പിലുള്ള പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം. ചടങ്ങിൽ ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ K ഹസൻകോയ അധ്യക്ഷനായിരുന്നു. ജില്ലാ ഫെൻസിംഗ് അസോസിയേഷൻ സെക്രട്ടറി CT ഇല്യാസ്, C റമീസ് അലി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു.
സീനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗത്തിലാണ് ആദ്യ മത്സരങ്ങൾ അരങ്ങേറിയത്. ഫൈനൽ റൌണ്ടിൽ വിജയികളായവർക്ക് അസോസിയേഷൻ ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദളിത് മുസ്ലിം ഐക്യത്തിലൂടെ അസഹിഷ്ണുത രാഷ്ട്രീയത്തിന് തടയിടണമെന്ന് MK മുനീർ MLA. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ഐക്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരനെ പ്രതിസന്ധിയിലാക്കിയ നോട്ട് അസാധുവാക്കൽ നയത്തെ വിമർശിച്ചാലും രാജ്യദ്രോഹമായി ചിത്രീകരിക്കപ്പെടുമെന്ന് യൂത്ത് ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MK മുനീർ MLA. അതുകൊണ്ടാണ് നോട്ട് അസാധുവാക്കിയ നടപടിയെ ആരും വിമർശിക്കാത്തതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനത്തിന്റെ 2ാം ദിവസം നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളപ്പണം പിടിക്കാനാണ് നോട്ടുകൾ അസാധുവാക്കിയെന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പാകിസ്ഥാനിൽ നിന്ന് അച്ചടിച്ച കള്ളനോട്ടുകൾ പിടിക്കലും ലക്ഷ്യമിടുന്നു. എന്നാൽ സാധാരണക്കാരനാണ് ഇപ്പോൾ കഷ്ടപ്പെടുന്നത്. നോട്ട് മാറിക്കിട്ടാൻ ബാങ്കിന് മുന്നിൽ വരി നിൽക്കുന്നവരാരും കള്ളപ്പണക്കാരല്ല. മോദിയുടെ നിലപാടിനെ വിമർശിച്ചാൽ 1000 എതിർസ്വരങ്ങളാണ് വരുന്നത്. ഇതിനായി അന്തർദേശീയ ഏജൻസിയെ നിയമിച്ചിട്ടുണ്ട്. നോട്ട് അസാധുവാക്കിയത് വിമർശിച്ചാൽ കള്ളപ്പണത്തിനും പാകിസ്ഥാനും അനുകൂലമായി വ്യാഖ്യാനിക്കും. നോട്ട് പിൻവലിച്ചാൽ കള്ളപ്പണം ഇല്ലാതാക്കാൻ കഴിയുമെന്ന BJPയുടെ ചിന്ത മൌഢ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ അവിടുത്തെ അസംബ്ലിയിലേക്ക് ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നും മുസ്ലിങ്ങളും ദളിതുകളും പിന്നോക്ക വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നാൽ നേടിയെടുക്കാൻ പറ്റുന്ന ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി അധ്യക്ഷം വഹിച്ചു. ഔട്ട്ലുക്ക് അസിസ്റ്റന്റ് എഡിറ്റർ ഭാഷ സിംഗ്, പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങൾ, സണ്ണി M കബിക്കാട്, UC രാമൻ, PC സൈദലവി, KM അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാരിന്റെ തൊഴിൽദാന പദ്ധതിയിൽ കബളിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച് ചേളന്നൂർ പഞ്ചായത്തിലെ സ്ത്രീകൾ. 21 വർഷം മുമ്പാണ് കാർഷിക മേഖലയിലെ പ്രത്യേക തൊഴിൽദാന പദ്ധതിയിൽ ഇവർ അംഗത്വമെടുത്തത്. എന്നാൽ വർഷങ്ങൾ കടന്നിട്ടും യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അടച്ച പണം പോലും തിരിച്ചു ലഭിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. കേരള സർക്കാരിന്റെ 1 ലക്ഷം യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ പ്രത്യേക തൊഴിൽദാന പദ്ധതിയിൽ കബളിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച് ഒരു കൂട്ടം സ്ത്രീകൾ രംഗത്ത്. 1995 പദ്ധതി പ്രകാരം ചേളന്നൂർ പഞ്ചായത്തിലെ ഈ സ്ത്രീകൾ അംഗത്വമെടുക്കുകയും അതുപ്രകാരം പാസ്ബുക്ക് കൈപ്പറ്റുകയും ചെയ്തു. 25/2/1995 350 രൂപ, 9/10/95 500 രൂപ, 16/10/95 250 രൂപ എന്നിങ്ങനെ 1100 രൂപയാണ് പദ്ധതിയിൽ അടച്ചത്. എന്നാൽ 21 വർഷമായി ഇതിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും അടച്ച പണം പോലും തിരികെ ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. തൊഴിൽ തരാമെന്ന് പറഞ്ഞ് യോഗ്യത അനുസരിച്ച് തൊഴിൽ തരാമെന്നു, മരണപ്പെട്ടാൽ 1 ലക്ഷം റുപ്യ തരാമെന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളോട് 1200 റുപ്യ 21 വർഷം മുമ്പ് ഞങ്ങളോട് വാങ്ങി. 1 ലക്ഷം ആൾക്കാരോട് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു വിത്ത് പോലും ഞങ്ങൾക്ക് തന്നിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പണം തിരിച്ചു കിട്ടണം. 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. 21 വർഷം മുമ്പേ ഞങ്ങൾ സ്ഥലം വാങ്ങിയത് 3000 റുപ്യ തോതിലാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയത്. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങളാണ് തങ്ങൾക്ക് തന്നിരുന്നത്. എന്നാൽ ഇന്ന് 7000 രൂപ തരാം, പിരിഞ്ഞു പോകാനാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. പദ്ധതി പ്രകാരം അംഗത്വമെടുത്തവർക്ക് സ്വന്തം വീട്ടിൽ വെച്ച് കുടിൽ വ്യവസായത്തിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുകയോ തങ്ങൾക്ക് 21 വർഷത്തെ പലിശ അടക്കമുള്ള പണം നൽകുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. വാർത്താസമ്മേളനത്തിൽ പരാതിക്കാരായ EK റസിയ, സാവിത്രി, ഓമന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പയ്യാനക്കൽ OB റോഡ് വീതി കൂട്ടുന്നു. പല ഭാഗത്തും റോഡ് വികസനത്തിന് സ്ഥലം അക്വിസിഷൻ നടപടികളിൽ കുരുങ്ങി നീളുമ്പോൾ ഇവിടെ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയാണ് നാട്ടുകാർ മാതൃകയായത്. 2 കിലോമീറ്ററോളം നീളമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി 4 അടിയിലാണ് സ്ഥലം വിട്ടുകൊടുത്തത്. മനോഹരമായ ചുറ്റുമതിൽ വരെ പൊളിച്ചു നീക്കിയാണ് റോഡ് വീതി കൂട്ടുന്നത്. സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേരത്തെ ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു. അതൊന്നും ലക്ഷ്യത്തിലെത്തിയില്ല. തുടർന്നാണ് റോഡ് വികസനത്തിന് നാട്ടുകാരിൽ ചിലർ മുൻകൈയെടുത്തത്. പയ്യാനക്കൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി പയ്യാനക്കൽ YMRC പ്രദേശത്തുള്ള സ്നേഹധാര റെസിഡൻസിന്റെയും കൈരളി റെസിഡൻസിന്റെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിലൂടെ സ്വന്തം സ്ഥലം 2 ഫുട്ട് വീതം വിട്ടുകൊടുത്ത് റോഡിന് 4 ഫുട്ട് വീതി വരുത്താൻ വേണ്ടിയിട്ട് സ്വന്തം മതിലുകൾ പൊളിച്ചും മരം മുറിച്ചും അത് പുനഃസ്ഥാപിച്ചും അതിനുവേണ്ട എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തി ഈ റോഡ് വികസിപ്പിക്കുന്നതിന് ഒറ്റക്കെട്ടായിട്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തി. വർഷങ്ങളായുള്ള വികസന പ്രശ്നമാണ് പരിഹരിക്കുന്നത്. കോതിപ്പാലം അപ്രോച്ച് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ ഇവിടെ തിരക്ക് കൂടിയിട്ടുണ്ട്. പലപ്പോഴും ഗതാഗത കുരുക്കും പതിവാണ്.
മരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 3.5 കോടി രൂപയുടെ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് റോഡ് ഉയർത്തി ബിറ്റുമിസ് മെക്കാഡം ബിറ്റുമിസ് കോൺക്രീറ്റ് ചെയ്താണ് നന്നാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ജവഹർ ബാലജനവേദിയുടെ നേതൃത്വത്തിൽ നെഹ്റു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ശിശുദിന സന്ദേശ ബാലജന മഹാസംഗമം കോഴിക്കോട് ബീച്ചിൽ നടക്കും. പ്രശസ്ത പിന്നണി ഗായിക ശ്രേയ ജയദേവ് സംഗമം ഉദ്ഘാടനം ചെയ്യും. ജവഹർ ബാലജനവേദിയുടെ നേതൃത്വത്തിൽ നെഹ്റു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി 20,000 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നവംബർ 13 ഞായറാഴ്ച 2:30 മുതൽ 5:30 വരെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് സംസ്ഥാനതല ശിശുദിന സന്ദേശ ബാലജന മഹാസംഗമം നടത്തുമെന്ന് ബാലജനവേദി സംസ്ഥാന ചെയർമാൻ GV ഹരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശസ്ത പിന്നണി ഗായിക ശ്രേയ ജയദീപ് ഉദ്ഘാടനവും KPCC വൈസ് പ്രസിഡന്റ് BD സതീശൻ MLA മുഖ്യാതിഥിയുമായിരിക്കും. പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന 12-നും 17-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ മനസ്സിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് സംഘടനയുടെ ലക്ഷ്യം. ബാലജനവേദി സംസ്ഥാന വൈസ് ചെയർമാൻ PM ജയപ്രകാശ്, സംസ്ഥാന കോർഡിനേറ്റർ P ഷമീർ, ജില്ലാ ചെയർമാൻ K ദിനേശൻ, ജില്ലാ കോർഡിനേറ്റർ വിനോദ് വെള്ളയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് മൗലാന ആസാദ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ശിക്ഷക സദനിൽ നടന്ന പരിപാടി മുൻ മന്ത്രി MT പത്മ ഉദ്ഘാടനം ചെയ്തു. മൗലാന അബ്ദുൽ കലാം ആസാദ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മൗലാന ആസാദ് അനുസ്മരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് ശിക്ഷസദനിൽ നടന്ന പരിപാടി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് MT പത്മ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. യുവതലമുറ മാതൃകയാക്കേണ്ട ജീവിതമാണ് അദ്ദേഹത്തിന്റേതെന്നും MT പത്മ പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളും സമയത്തിനനുസരിച്ച് അദ്ദേഹം ചെയ്യാറുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MAI റാവുത്തർ അധ്യക്ഷം വഹിച്ചു. മൂസ പന്തിരാങ്കാവ്, ചെറിയാൻ തോട്ടുങ്കൽ, ചന്ദ്രശേഖരൻ നായർ എന്നിവർ സംസാരിച്ചു. ഫോറസ്ട്രി ബോർഡ് നടത്തിയ അനുസ്മരണ യോഗം KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഉറച്ച മതവിശ്വാസിയും മതപണ്ഡിതനുമായിരുന്ന മൗലാന ആസാദ് ഇന്ത്യൻ മതേതരത്തിന്റെ പ്രതീകമാണെന്ന് സിദ്ദിഖ് പറഞ്ഞു. M രാജൻ അധ്യക്ഷം വഹിച്ചു. MK ബീരാൻ, Dr. K മൊയ്തു, PM അബ്ദുറഹ്മാൻ, M അരവിന്ദൻ, EV ഉസ്മാൻ കോയ, EV ആലിക്കോയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള ദേശീയ പുസ്തക വാരവും പുസ്തക പ്രദർശനവും സാഹിത്യ പരിപാടിയും നവംബർ 14 മുതൽ 20 വരെ കോഴിക്കോട്ട് നടക്കും. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം UA ഖാദർ നിർവഹിക്കും. സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള ദേശീയ പുസ്തക വാരവും പുസ്തക പ്രദർശനവും സാഹിത്യ പരിപാടിയും നവംബർ 14 മുതൽ 20 വരെ കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ നടക്കും. കാലത്ത് 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പരിപാടി. വൈകുന്നേരം 5 മണി മുതൽ എന്നും സിനിമാ പ്രദർശനവും കവിയരങ്ങ്, കഥാസംഗമം എന്നിവയും അരങ്ങേറും. പ്രദർശനം 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രശസ്ത കഥാകൃത്ത് UA ഖാദർ ഉദ്ഘാടനം ചെയ്യുമെന്ന് KS വെങ്കിടാചലം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തകഴി ശിവശങ്കരപിള്ള, സുബ്രഹ്മണ്യ ഭാരതി, MT വാസുദേവൻ നായർ, ജയകാന്തൻ, വൈക്കം മുഹമ്മദ് ബഷീർ, UR അനന്തമൂർത്തി, അയ്യപ്പ പണിക്കർ, കമലാദാസ്, മഹാശ്വേതാദേവി എന്നിവരെക്കുറിച്ച് അക്കാദമി തയ്യാറാക്കിയ ഡോക്യുമെന്ററികളും വിവിധ ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കും. പഴയതും പുതിയതുമായ ഒട്ടനവധി അപൂർവ ഗ്രന്ഥങ്ങൾ ആകർഷണീയമായ വിലക്കുറവിൽ പ്രദർശനത്തിൽ നിന്ന് വാങ്ങാനുള്ള അവസരവും ഉണ്ടായിരിക്കും. സാഹിത്യ അക്കാദമി പ്രശസ്ത എഴുത്തുകാരെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററികളുടെ CD-യും വിൽപ്പനയ്ക്കുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ TP ശ്രീധരനുണ്ണി, PM നാരായണൻ, KG രഘുനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക സർവകലാശാലകൾക്ക് രൂപവും ഭാവവും നൽകാൻ രേവതി പട്ടത്താനം സൃഷ്ടിച്ച മാതൃക നിർണായകമായിരുന്നുവെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ബാങ്കുകളിൽ 100 രൂപ നോട്ടില്ലാത്തത് പ്രതിസന്ധിയിലാക്കി. ATM പകുതിയും കാലി. മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ വലഞ്ഞ് ജനങ്ങൾ. പാട്ടുപാടിയും കൂട്ടുകൂടിയും ആകാശ കാഴ്ചകൾ തേടി 20-അംഗ സംഘം പ്ലാനറ്റോറിയത്തിലെത്തി. കൗതുക കാഴ്ചകൾ കണ്ട് മടങ്ങിയത് BRCയിലെ ഭിന്നശേഷി കുട്ടികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.